അപ്പോൾ ഇന്ന് നമുക്ക് കാജ ഉണ്ടാക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കുഞ്ഞിക്കാജ എന്ന് പറയും. സാധാരണയുള്ള കാജയേക്കാളും വളരെ ചെറുതാണിത്. ഒരെണ്ണം ഒരു പ്രാവശ്യം വായിലിടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കുഞ്ഞിക്കാജ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് മൈദ ഇടാം. 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി മൈദക്ക് ആവശ്യമായ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണിലും താഴെ ഉപ്പ് ചേർക്കുക. 3 ടീസ്പൂൺ ഡാൽഡ ഞാൻ ചേർക്കുന്നുണ്ട്. ഡാൽഡ ഇഷ്ടമല്ലാത്തവർക്ക് പശുവിൻ നെയ്യ് ഉപയോഗിക്കാം. ഡാൽഡ ചേർത്ത് കഴിഞ്ഞാൽ കാജ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഡാൽഡ ചേർക്കുന്നത്. ഇനി ഡാൽഡയും മൈദയും ഉപ്പും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഡാൽഡ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. മൈദയും ഡാൽഡയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ചെറിയ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറും യൂസ് ചെയ്യാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളത്തിന് അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല. ഈ മൈദപ്പൊടി കുഴക്കാൻ ആവശ്യമായ അത്രയും അളവിലുള്ള വെള്ളം എടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ഒരു പാകത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. വെള്ളം ആവശ്യമാണെങ്കിൽ വീണ്ടും വീണ്ടും ചേർക്കണം. വെള്ളം കൂടിപ്പോയാലും പേടിക്കാനില്ല. അല്പം കൂടി പൊടി ചേർത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ബൗളിൽ നിന്നും നന്നായിട്ട് പൊടിയൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിത് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം കുഴച്ചെടുക്കുന്നത്. ഈ മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇതൊന്ന് നീളത്തിലാക്കി കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കാൻ പാകത്തിലുള്ള അത്രയും വണ്ണത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ചപ്പാത്തിയുടെ അത്രയൊക്കെ വണ്ണത്തിലുള്ളൊരു ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഇനി കട്ട് ചെയ്ത മാവ് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇത്രയും വണ്ണത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു വലിയ ചപ്പാത്തി ചുടാൻ പാകത്തിലുള്ള അത്രയും മാവുണ്ടാവും. 6 മാവാണിപ്പോൾ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് നമുക്ക് ആദ്യം പരത്തിയെടുക്കാം. ഇതുപോലെ പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ല വീതിയുള്ള ചപ്പാത്തി പലക ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ടേബിളിലോ മറ്റോ വെച്ചിട്ട് പരത്തിയെടുക്കുക. കാരണം ഇത് നല്ല നേരിയതായിട്ട് പരത്തണം. നല്ല വലുതായിരിക്കും അപ്പോൾ ചെറിയ ചപ്പാത്തി പലകയൊക്കെ ആണെങ്കിൽ മതിയാവില്ല. ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തുക. പൊടി ഇട്ടില്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. വളരെ നേരിയതായിട്ട് പരത്തിയെടുക്കണം. ഇത് വളരെ നേരിയതായിട്ട് ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ ഡാൽഡ നമുക്ക് പുരട്ടി കൊടുക്കാം. 1/2 ടീസ്പൂൺ മതിയാവുന്നില്ലെങ്കിൽ കൂടുതൽ എടുക്കണം. എല്ലാ ഭാഗത്തും ഡാൽഡ പുരട്ടണം. അല്പം കൂടി ഡാൽഡ എടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇത് ഇല്ലാത്ത ഭാഗത്തൊക്കെ പുരട്ടി കൊടുക്കാം. ഡാൽഡ പുരട്ടിയതിന് ശേഷം ഇതുപോലെ അല്പം മൈദ എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഈ മാവ് മടക്കിയെടുക്കാം. ഏകദേശം ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള മാവാക്കിയിട്ട് നമുക്കിത് മടക്കിയെടുക്കണം.
ഇത് ഞാനിവിടെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കൂടി പൊടി കൗണ്ടർ ടോപ്പിൽ വിതറിയതിന് ശേഷം നമുക്കിത് നേരിയതായിട്ട് പരത്തിയെടുക്കണം. ഇതിപ്പോൾ നല്ല വണ്ണുണ്ട്, നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ അല്പം ഒന്ന് നേരിയതാക്കിയിട്ട് ഇതൊന്നുകൂടി പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ലെയറുകളൊക്കെ ഒന്നുകൂടി നന്നായിട്ട് നേരിയതായി കിട്ടുകയും ചെയ്യും. കൂടുതൽ ശക്തി ഉപയോഗിച്ച് പരത്തണ്ട, ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും. അധികം ബലം കൊടുക്കാതെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നീളത്തിലും വീതിയിലും അല്പം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പം അനുസരിച്ച് കട്ട് ചെയ്യാം. ഇത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ വണ്ണുള്ളത്. ഈ ഒരു വണ്ണത്തിൽ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതിലും നേരിയതായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി പരത്താം. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ലെയറുകളൊക്കെ വളരെ നേരിയതായിട്ടുണ്ടാവും. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ മുഴുവൻ കാജയും നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ മുഴുവൻ കാജയും ഞാനിവിടെ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ കുറച്ചധികം ഒഴിക്കണം. കാജ നന്നായിട്ട് മുങ്ങിപ്പൊരിയാൻ പാകത്തിലുള്ള അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മൾ പരത്തി വെച്ച കാജയിൽ നിന്നും കുറച്ചെടുത്ത് ആദ്യം ഫ്രൈ ചെയ്യാം. കുറേ എണ്ണം ഒരുമിച്ചിടരുത്, അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇതുപോലെ 8-10 പീസ് ഒരുമിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടിത് അധികം തീ കൂട്ടി വെച്ചിട്ടും ഫ്രൈ ചെയ്യരുത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ലെയറുകൾ ഉള്ളതാണ്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഫ്രൈ ചെയ്യണം. ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പുറം ഭാഗം കരിഞ്ഞ് ഉള്ളിലുള്ള ലെയറുകളൊന്നും വേവാതെയായി പോവും. ചെറിയ തീയിൽ ഇതുപോലെ ഇളക്കി ഇളക്കി കുറച്ചധികം ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, എന്നാലേ ഇത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവൻ കാജയും ഫ്രൈ ചെയ്തെടുക്കാം. കാജ മുഴുവൻ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ കാജ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാനിതിൻ്റെ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഏത് കപ്പിലാണോ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ 1/2 കപ്പ് വെള്ളം ചേർക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ പഞ്ചസാരയും വെള്ളവും കൂടി ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് 2 നൂൽ പരുവാകുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കണം. പഞ്ചസാര ഇവിടെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പരുവം കാണിച്ചു തരാം. വിരലിൽ അല്പം എടുത്ത് ഇതുപോലെ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 2 നൂല് പോലെ വരുന്നത്. ഒറ്റനൂൽ പരുവം ആയാൽ പോരെ, 2 നൂല് പോലെ തന്നെ കിട്ടണം, എങ്കിൽ ഇത് കട്ടി ഉണ്ടാവുള്ളൂ. നമുക്കിനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ഈ ഷുഗർ സിറപ്പും തണുക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ കാജ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പും ഇവിടെ നല്ല
തണുത്ത് കട്ടിയായി വന്നിട്ടുണ്ട്. തണുക്കുമ്പോൾ ഈ ഷുഗർ സിറപ്പിൻ്റെ പാകം ഇങ്ങനെയായിരിക്കും, നല്ല കട്ടിയായിട്ട് കിട്ടും. കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാജയിലെയും ഷുഗർ സിറപ്പ് ചേർക്കുമ്പോൾ കാജയും കൂടി ഒന്ന് വാടിയതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് ഈ കട്ടിയിൽ തന്നെ ഉണ്ടാക്കണം. ഇനി ഷുഗർ സിറപ്പ് നമുക്ക് കാജയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അത്രയും ഷുഗർ സിറപ്പ് ചേർക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചതിന് ശേഷം 2 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ പരന്ന പാത്രം തന്നെ എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ വീണ്ടും ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞിക്കാജ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല കറുമുറെ കഴിക്കാൻ പറ്റിയ കുറേ ലെയറുകളുള്ള വളരെ ടേസ്റ്റിയേറിയ കാജയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്